ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെഗാ ഓണം ട്രേഡ് ഫെയറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും ഓണത്തിന് ഇവിടെ ട്രേഡ് ഫെയർ നടക്കാറുണ്ട് കേട്ടോ. ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിലെ ഗുണ കേവ് ഇവരിവിടെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലത്തെ വലിയൊരു ഈഗിളുണ്ട്. പിന്നെ ഗുണ കേവ് എന്നൊക്കെയുള്ള റൈറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. സെപ്റ്റംബർ 6-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒക്ടോബർ 6 വരെയാണ് ഫെസ്റ്റ് ഉള്ളത്. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. വീക്ക് ഡേയ്സിൽ 2 PM to 9 PM വീക്കെൻഡ്സിൽ 11 AM to 9 PM ഇവിടുത്തെ ടൈമിങ്സ്. ഗുഹയിലേക്ക് കയറി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലത്തെ ഡയലോഗ്സും ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ജംഗിൾ ആൻഡ് ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജംഗിളിൻ്റെ മ്യൂസിക്കും ടൈഗറിൻ്റെ ഗർജനത്തിൻ്റെ സൗണ്ട് എല്ലാം അവർ അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ അവർ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാലിൽ ഗുണ കേവായിട്ടൊന്നും നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് പോലും ഇതൊന്നും എത്തില്ല. എനിക്ക് തോന്നുന്നത് ഒരു മെയിനായിട്ടും കുട്ടികളെയാണ് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന്. നടന്ന് കുറച്ചൊന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി വിസ്താരമുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലും കേട്ടോ. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ വലിയ മരങ്ങളും അതിലെല്ലാം ഇങ്ങനെ വവ്വാലെല്ലാം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരു ജംഗിളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഒരു ജംഗിളിൻ്റെ ഫീലൊക്കെ അവരവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ലൈറ്റിങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഗാർഡിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്ക്രീനിൽ ഇങ്ങനെ ഫോട്ടോസ് എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇതുപോലെ മൃഗങ്ങളുടെ കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവരിതെല്ലാം അവിടെ ചെയ്തിട്ടുള്ളത്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. ആ കാടിൻ്റെ ഒരു ഫീല് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റിങ്ങിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ജംഗിൾ തീം തീരുന്നത് വരെ ഇതുപോലെ കുറേ മൃഗങ്ങളും പിന്നെ സ്ക്രീനിൽ ജംഗിളിൻ്റെ കുറേ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ ചെല്ലുന്നത് എക്സോട്ടിക് ബേർഡ് പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് പറന്നു നടക്കുന്ന കുറേ അധികം ഭംഗിയുള്ള കിളികളെ കാണാൻ പറ്റുന്നതാണ്. മനുഷ്യൻ തന്നെ ഫീഡ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ബേർഡ്സ് ആയതുകൊണ്ട് അതുങ്ങൾക്ക് ഒട്ടും പേടി ഉണ്ടായില്ല കേട്ടോ. അതുങ്ങളിങ്ങനെ ചുറ്റും പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വന്ന് കഴിക്കും. അതുപോലെ തന്നെ ചിലരുടെ മേത്തെല്ലാം അത് പോയിരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ പൈത്തണും ഇഗ്വാനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ശരിക്കും കംഫർട്ടബിളൊക്കെ ആക്കിയിട്ട് നമ്മുടെ ശരീരത്ത് വച്ചിടുന്നതാണ്. ഓരോന്നിനും ഡിഫറെൻറ്റ് റേറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബേർഡ്സ് പാർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെല്ലുന്നത് അക്വാ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ കുറേ അധികം സിലിണ്ട്രിക്കൽ അക്വേറിയംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫിഷസ് ഇതുപോലെ ഒരുമിച്ച് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. സിലിണ്ട്രിക്കൽ അക്വേറിയംസ് മാത്രമല്ല കേട്ടോ അവിടെയുള്ളത്, അല്ലാണ്ടല്ല നോർമൽ അക്വേറിയംസും ഉണ്ട്. നമ്മൾ പിന്നെ മുന്നേ കണ്ടത് പറന്ന് നടക്കുന്ന കുറേ അധികം ബേർഡ്സിനെ അല്ലായിരുന്നോ. അത് കൂടാണ്ട് കൂട്ടിലിട്ടിട്ടുള്ള പെറ്റ്സും അവിടെ ഉണ്ട്. പലതരത്തിലുള്ള കോഴികൾ, പ്രാവ്, ലവ് ബേർഡ്സ്, അങ്ങനെ കുറേ അധികം പക്ഷികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു.
ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറേ അധികം തന്നെ നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഫുൾ അക്വേറിയം, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ കുറേ ബേഡ്സും ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ട സെക്ഷനെല്ലാം കുട്ടികളെയാണ് അവർ ഫോക്കസ് ചെയ്തെന്നുണ്ടെങ്കിലും ഈ ഒരു സെക്ഷൻ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അക്വേറിയത്തിൻ്റെ സെക്ഷൻ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് അക്വേറിയംസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി നമ്മൾ ഒരു തവണ കണ്ട ഫിഷിനെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫിഷസിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൗതുകം തോന്നുന്ന രീതിയിലുള്ള കുറച്ച് വെറൈറ്റീസ് ഓഫ് കോഴികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1-2 ടൈപ്പ് പൂച്ചക്കുട്ടികളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഏതൊരു എക്സിബിഷനിലെയും പോലെയൊക്കെ തന്നെ ഒരു ഷോപ്പിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 60-70% ഒക്കെ ഡിസ്കൗണ്ടിൽ വരുന്ന സോഫ സെറ്റ്, കട്ടിൽ, അങ്ങനത്തെയൊക്കെ ഒരു ഫർണിച്ചേഴ്സിൻ്റെ സെറ്റിലേക്കാണ്. പെയിൻ റിലീഫിനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷീൻസൊക്കെ അവിടെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. രാജസ്ഥാനി മോഡലിൽ വരുന്ന ഭംഗിയുള്ള കുറേ അധികം ചപ്പൽസിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചിലതെല്ലാം പ്രൈസ് നമ്മൾ ചോദിക്കുമ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ബാർഗെയിൻ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ അവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ബാഗിൻ്റെ സെക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അധികം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 100-ൽ സ്റ്റാർട്ട് ചെയ്ത് 2000-3000 ആ റേഞ്ചിലൊക്കെ വരുന്ന ബ്രാൻഡഡ് ബാഗ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഫെസ്റ്റുകളിലെല്ലാം സാധാരണ ലേഡീസിനെയാണല്ലോ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ലേഡീസിന് കുറച്ചുകൂടി കൂടുതൽ അട്രാക്ഷൻ തോന്നിക്കുന്ന സാധനങ്ങളായിരുന്നു സെല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിൻ്റെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ കുറേ പച്ചക്കറി വിത്തുകളും ചെടികളും പിന്നെ കുറേ ഫുഡിൻ്റെ സെക്ഷനൊക്കെ ആയിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിൽ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ കളിപ്പാട്ടം വിൽക്കുന്ന ഒരു കട, പിന്നെ പെർഫ്യൂംസ്, ഫോട്ടോ ഫ്രെയിംസ്, ഇതിൻ്റെ എല്ലാം കുറച്ച് ഷോപ്പുകളായിരുന്നു. ഓണം പ്രമാണിച്ച് പല വെറൈറ്റീസിലുള്ള പായസത്തിൻ്റെ ഒരു സ്റ്റോളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് പോകുന്തോറും എല്ലാ ഫെസ്റ്റിലെയും പോലെ തന്നെ ഫുഡിൻ്റെ സെക്ഷനായിരുന്നു മെയിനായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയൊരു ഫുഡ് സെക്ഷനൊന്നും അല്ലായിരുന്നു കേട്ടോ. ചായയും സ്നാക്സും ഒക്കെ ആയിരുന്നു മെയിനായിട്ടും ഉണ്ടായിരുന്നത്. ഐസ്ക്രീംസ്, കുലുക്കി സർബത്ത്, പോപ്കോണ്, അങ്ങനെ പല ടൈപ്പിലുള്ള ഷോപ്സ് ആയിരുന്നു കേട്ടോ അവിടെയെല്ലാം ഉണ്ടായിരുന്നത്.
ഫുഡിൻ്റെ സെക്ഷനോടുകൂടി ഏകദേശം അകത്തെ പരിപാടികളെല്ലാം തീരുവാണ് കേട്ടോ. പിന്നീട് നമ്മൾ പുറത്തേക്കാണ് പോകുന്നത്. പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം റൈഡ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സംഭവങ്ങളുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് മുതിർന്നവർക്കും കയറാൻ പറ്റുന്ന റൈഡെല്ലാം അവിടെയുണ്ട്. പിന്നെ റൈഡിൻ്റെ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുറച്ച് ഗെയിംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതെല്ലാം കുറേ അധികം പേര് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. എൻഡിലേക്ക് എത്തുമ്പോൾ കുറേ അധികം പ്ലാൻസ് അവിടെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊരു ബോട്ട് റൈഡിംഗ് ഒക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. രാവിലെ വരുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ നൈറ്റ് വരുമ്പോഴായിരിക്കും കേട്ടോ. കാരണം നൈറ്റ് ആകുമ്പോൾ ഫുൾ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്ത് ഒരു പ്രത്യേക വൈബാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ മെഗാ ഫെസ്റ്റിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്